ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ നേച്ചർ എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ മാനേജ്മെന്റിന്റെ ഡെഫിനീഷൻസ് എന്താണെന്ന് നോക്കി. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നമ്മളൊരു മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. ആ കുറെ വർക്കേഴ്സിനെ നമ്മൾ കുറെ ലെവൽസ് ആയിട്ട്, അതായത് 3 ലെവൽസ് ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാനേജ്മെന്റിനെ 3 ലെവൽസ് ആക്കിയേക്കണം? 3 ലെവൽസ് ആയിട്ടാണ് മാനേജ്മെന്റിനെ തരംതിരിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് അല്ലെ, അതാണ് അവർ അച്ചീവ് ചെയ്യുന്നത്. ആ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുറെ ആളുകൾ ഉണ്ടാവും ഇല്ലേ. ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. അതായത് ഒരു ഹയരാർക്കിക്കൽ ഓർഡർ ഉണ്ടാവും. എങ്ങനെ? ദ ഹയരാർക്കി ഓഫ് മാനേജ്മെന്റ് പൊസിഷൻസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് മുകളിൽ തുടങ്ങിയിട്ട് താഴെയുള്ള ഓരോ ആളുകളും, ഇപ്പൊ ഓരോ ടോപ്പ് ലെവലിൽ കുറച്ച് പേരുണ്ടാവും, അതുപോലെ മിഡിൽ ലെവലിൽ കുറച്ച് പേരുണ്ടാവും, ലോവർ ലെവലിൽ കുറച്ച് പേരുണ്ടാവും. ഇവരൊക്കെ അടങ്ങുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണുള്ളത്. ഒന്ന് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഏറ്റവും ടോപ്പിലുള്ളവർ. ദെൻ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ദെൻ ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഏതൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ദെൻ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇനി എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? എന്തായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റിന്റെ തലത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവർ ആരൊക്കെയായിരിക്കും? ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകള് സ്ഥാപനത്തിന്റെ ഹെഡ്. സ്ഥാപനത്തിന്റെ ഹെഡ് അല്ലെ. അപ്പൊ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവര് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉള്ളവരായിരിക്കും. ഇനി എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഹെഡ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് ദ ഹെഡ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഹെഡിലുള്ള എല്ലാവരും ഏത് ലെവലിൽ പെട്ടവരാണ്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ പെട്ടവരാണ്. ഇതിന് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും ഹയർ ലെവൽ മാനേജ്മെന്റ് എന്നും കൂടെ ഇതറിയപ്പെടും. അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഒരാൾ വായിച്ചേ. വായിക്കി. സ്ലൈഡിൽ എന്താ എഴുതിയേക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അവര്. ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ്, ചീഫ് എക്സിക്യൂട്ടീവ്, ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ മാനേജിംഗ് ഡയറക്ടർ ഓഫ് കമ്പനി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് കമ്പനി. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ആരൊക്കെയായിരുന്നു? ചീഫ് എക്സിക്യൂട്ടീവ്സ്, ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ കമ്പനി. അപ്പൊ ഇവരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഹെഡായിട്ട് ഇരിക്കുന്നവര്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എവിടേക്ക് കൊടുക്കും? മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് കൊടുക്കും. മിഡിൽ ലെവൽ മാനേജ്മെന്റുകാർ എന്ത് ചെയ്യും? അത് ലോവർ ലെവലിലേക്കുള്ളവർക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇതിന്റെ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. എന്തൊക്കെയായിരിക്കും അവരുടെ ഫങ്ഷൻസ്? നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക? ബിസിനസിന്റെ വ്യാപാര തന്ത്രങ്ങൾ ഫോം ചെയ്യാനായിട്ട്. അതായത് നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല പുതിയ ആശയങ്ങൾ അവരുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കും അല്ലെ. അതിനു വേണ്ടിയിട്ടായിരിക്കില്ലേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനായിരിക്കും. അപ്പൊ അവരുടെ ലക്ഷ്യങ്ങളാണ് എന്താണ്? അവര്
ബേസ്ഡ് ഓൺ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ, ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ രൂപീകരിക്കുക. ഈ ഒരു ചുമതല ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ ഫോർമുലേറ്റ് ദ പോളിസീസ് ആൻഡ് പ്ലാൻസ്. എന്ത് ചെയ്യണം? നിശ്ചിത പദ്ധതികളും പ്ലാൻസും ഒക്കെ ആവിഷ്കരിച്ചെടുക്കണം. ദെൻ അറേഞ്ച് ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അപ്പോയിന്റ് ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഓർഗനൈസ് ചെയ്യണം. എന്തിന്? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിനെ അപ്പോയിന്റ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ പിന്നെ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുക? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടോപ്പിലിരിക്കുന്ന ആൾ, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ HM ആണോ എല്ലാ കാര്യങ്ങളും ചെയ്യണേ? HM ആണോ? അല്ല അല്ലേ? അതിന് കീഴിൽ കുറെ അതിന്റെ സ്റ്റാഫുകൾ, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ കാഷ്യർ, പിയൂണ്, അങ്ങനെ കുറെ കാറ്റഗറിയിൽ വരുന്നില്ലേ? കുറെ കാറ്റഗറികൾ വരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷനിലും ടോപ്പിലിരിക്കുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിസിനസിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അവരതിന്റെ ഹെഡായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ താഴേക്കുള്ള ആളുകൾക്ക്, താഴേക്കുള്ള അതായത് മിഡിൽ ലെവലിലും ലോവർ ലെവലിലുള്ള മാനേജ്മെന്റിലുള്ള ആളുകൾക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്ലാൻസ്, സ്ട്രാറ്റജീസ്, പോളിസീസ് ഒക്കെ അവര് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? പിന്നെ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു, അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങളായിട്ട്, ഇപ്പോൾ പുറം ലോകമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, പ്രവർത്തനങ്ങൾ അവർ ഏകീകരിക്കുന്നു. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് അവർ പൂർത്തീകരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ പുറം ലോകമായിട്ട് ബന്ധം സ്ഥാപിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരെങ്ങനെയൊക്കെ ആയിരിക്കും? അവരൊക്കെ പുറത്തുള്ള ഗവൺമെന്റ്, വർക്കേഴ്സ്, ഓർഗനൈസേഷൻസ്, അവരൊക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവുക എപ്പോഴും. അപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ. അത് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ബിസിനസ് മാനേജ്മെന്റ് അവിടെ സക്സസ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫംഗ്ഷനിലേക്ക് പോവാം. അടുത്ത ഫംഗ്ഷനിലല്ല, അടുത്ത ലെവൽ മാനേജ്മെന്റിലേക്ക് പോവാം. മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് കിടക്കാം. ഹലോ, ഓക്കെ. അടുത്തതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നമ്മൾ എന്താന്ന് പറഞ്ഞേ? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഹെഡിൽ ഇരിക്കുന്ന ആളുകളാണ് ഇതിലിരിക്കുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പൊസിഷനിൽ ഇരിക്കുന്നത്. അതാരൊക്കെയായിരുന്നു? ചീഫ് എക്സിക്യൂട്ടീവ്, ദെൻ ചീഫ് എക്സിക്യൂട്ടീവ്, പിന്നെ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, ഇവരൊക്കെ ആയിരുന്നു അല്ലേ അതില്. ഇനി എന്താണ് മിഡിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതിൽ വിവിധ തരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും, പലതരം ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സ് ആണ് ഏതിൽ ഉൾപ്പെടുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതായത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആ മാനേജ്മെന്റിന്റെ അവരെ ഫ്രീ ആക്കുക. മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ടോപ്പ് ലെവലുകാർ എന്ത് ചെയ്യും? മിഡിൽ ലെവലുള്ളവർക്ക് അധികാരങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്തായി? ടോപ്പ് ലെവൽ മാനേജ്മെന്റുകാർ ഫ്രീ ആയി അല്ലെ? അപ്പോൾ ഈ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നവർ, അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ലോവർ ലെവലിലുള്ള ആളുകൾക്ക് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്തായി? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ്, അവരുടെ ആൾക്കാരൊക്കെ ഫ്രീ ആയി. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്? ഇതിൽ ആരൊക്കെ ഉണ്ടാവും? മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ചെയർമാൻ ഉണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അതുപോലെ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ ഉണ്ടാവും? വായിച്ചേൻ ഒരാൾ, അടുത്ത ആൾ വായിച്ചേൻ. കാണണില്ലേ? അപ്പൊ വായിക്കി. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഏതൊക്കെ ആൾക്കാർ ഉൾപ്പെടും? പർച്ചേസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫൈനാൻസ് മാനേജർ, പേഴ്സണൽ മാനേജർ,
പേഴ്സണൽ മാനേജർ. ഇത്ര പേരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വകുപ്പാണ് ഏത് വകുപ്പാ? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇവര് ആരെ ഫ്രീ ആക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിനെ ഫ്രീ ആക്കി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഓർഗനൈസേഷനിലേക്ക് അവർ എടുക്കുന്ന പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തൊഴിലാളികൾക്കിടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഫങ്ഷൻസ് നോക്കാം. ഇംപ്ലിമെന്റ് ദ പോളിസി ഡിസിഷൻ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. അതായത് പോളിസി ഡിസിഷൻസ്, ടോപ്പ് മാനേജ്മെന്റിന്റെ അവരുടെ ഡിസിഷൻസ് അവര് തെരഞ്ഞെടുക്കും. എന്തിനു വേണ്ടിയിട്ട്? താഴെ ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അവർ തന്നിട്ടുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യും. എവിടേക്ക്? ലോവർ ലെവലിലുള്ള മാനേജ്മെന്റിക്ക്. ദെൻ കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലംസ് ആൻഡ് സജഷൻസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രോബ്ലംസ്, അവരുടെ ഇടയിലുള്ള പ്രോബ്ലംസും സജഷൻസും ഒക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ദെൻ പ്ലാൻ ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് വർക്ക് യൂണിറ്റ് വിത്തിൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ്. സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ ആക്ടിവിറ്റീസ് അവരതൊക്കെ പ്ലാൻ ചെയ്യും. ഓക്കെ, പിന്നെ അവര് ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെയും ലോവർ മാനേജ്മെന്റിനും ഇടയിൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കും. ഏതിന്റെ ഹെഡ്സ് ആണ് അവിടെ ഉള്ളത്? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. പലതരം ഡിപ്പാർട്ട്മെന്റുകളായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ? അതിന്റെ ഒക്കെ ഹെഡ്സ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, പറയ്, ഏത് ലെവൽ മാനേജ്മെന്റ്? 3 തരത്തിലുള്ള മാനേജ്മെന്റുകൾ, 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റുകൾ പഠിച്ചു. 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, രണ്ടാമത് ഏതാ പഠിച്ചേ? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇനി നമ്മൾ ഏതാ നോക്കാൻ പോകുന്നേ? മൂന്നാമത്തെ മാനേജ്മെന്റ് ഏതാ? ലോവർ ലെവൽ മാനേജ്മെന്റ്. ലോവർ ലെവൽ മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും അവസാനത്തെ, ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന മാനേജ്മെന്റ് ആണ് ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും? സൂപ്പർവൈസറി മാനേജ്മെന്റ് അഥവാ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നും കൂടെ ഇതിനെ പറയും. ഓക്കെ, ഇനി ഇതിൽ ആരൊക്കെ ഉണ്ടാവും? വായിച്ചതിന് ഒരാള്? ഈ കാറ്റഗറിയിൽ, അതായത് ലോവർ ലെവൽ മാനേജ്മെന്റിൽ പെടുന്ന വർക്കേഴ്സ് ഏതൊക്കെയാണ്? ഫോർമാൻ, അക്കൗണ്ട് ഓഫീസർ, സെയിൽസ് ഓഫീസർ. ഓക്കെ, ഇനി അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? അതായത് ഇപ്പൊ ടോപ്പ് ലെവലുകാർ എന്ത് ചെയ്തു? ടോപ്പ് ലെവലുകാർ ഫ്രീ ആവാനായിട്ട് മിഡിൽ ലെവലുകാർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ മിഡിൽ ലെവലുകാർ എന്ത് ചെയ്യും? ലോവർ ലെവലുകാർക്ക് എന്ത് ചെയ്യും? അവർ പറഞ്ഞിട്ടുള്ള, അതായത് ടോപ്പ് ലെവലിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചിട്ട് അവര് ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് അവരുടെ തീരുമാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ലോവർ ലെവലുകാർ എന്ത് ചെയ്യും? അതിനെ ചെയ്യേണ്ടേ അതൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും? പ്ലാനിങ് ഡേ ടു ഡേ വർക്ക്. അവര് ഡേ ടു ഡേ ചെയ്യേണ്ട കാര്യങ്ങള് പ്ലാൻ ചെയ്യും. അതുപോലെ തൊഴിലാളികൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് സൃഷ്ടിക്കും. ദെൻ പിന്നെ എന്തൊക്കെയാണ്? അവർക്ക് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീനറീസ്, ടൂൾസ് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താണ്? ഇനി അഥവാ വർക്കേഴ്സിന് ഇനിയിപ്പോ എന്തെങ്കിലും അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ ആരെ അറിയിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ അവരറിയിക്കും. അങ്ങനെ പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കും. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കും. ഇത്രയൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? ഏതൊക്കെയായിരുന്നു? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അതാണ് അവിടുത്തെ ഹെഡ്. ദെൻ മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതാണ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു? ലാസ്റ്റ് പഠിച്ചത്
level management. ലോവർ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കട്ടെ. നമ്മളൊരു മേരി പാർക്കർ ഫോലറ്റിന്റെ ഒരു ഡെഫിനീഷൻ പറഞ്ഞില്ലേ, മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനീഷൻ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണെന്നാണ് മേരി പാർക്കർ ഫോലറ്റ് പറഞ്ഞത്. എങ്ങനെ? ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തരം കലയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു അതിലൊരു 3 ഡയമെൻഷൻസ് ഉണ്ട്: പ്രോസസ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓർക്കുന്നുണ്ടോ നിങ്ങള് ഫസ്റ്റത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മള് അതില് പ്രോസസ്സില് നമ്മൾ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Planning, organizing, staffing, directing, controlling. കൺട്രോളിങ്. എന്താണ് പ്ലാനിങ്? എന്തായിരിക്കും പ്ലാനിങ്? നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി +2 എന്ന് പറയുന്നത് ഒരു കടമ്പ തന്നെയാ അല്ലെ. അപ്പൊ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, നിങ്ങൾ അറിയാം. നിങ്ങൾ പരീക്ഷയുടെ തലേദിവസം പുസ്തകം എടുത്താൽ ശരിയാവോ? ശരിയാവോ? നാളെ പരീക്ഷയാണ്, ഞാൻ ഇന്ന് പുസ്തകം എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ ശരിയാവോ? ഇല്ല. ഏതൊക്കെ ഭാഗങ്ങള്, ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം അല്ലെ. വേണ്ടേ? വേണ്ടേ? അപ്പോ അത്തരത്തില് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന്, അതായത് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്ലാനിങ്ങിന്. നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തിങ്ക് ചെയ്യാം, നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോ പഠിക്കണം, എത്ര മണിക്ക് ഉറങ്ങണം, എന്ത് എഴുതണം, അങ്ങനെ എഴുതിയ ശരിയാവോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെയാണ് എവരി ബിസിനസ് ഓർഗനൈസേഷന്റെ കാര്യം. അവരൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവർ ആദ്യം എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്, എന്ത് ചെയ്യണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യണം. ക്ലിയർ ആയോ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ ഒരു മാനേജർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഏതൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ പ്രവർത്തനങ്ങൾ, ഒരു മാനേജർ ചെയ്യുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളും എന്തിന്റെ ലക്ഷ്യങ്ങളാണ്? ഒരു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിസിനസ് ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതൊരു മെന്റൽ പ്രോസസ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ലുക്കിംഗ് ഫോർ ഫ്യൂച്ചർ. അല്ലാണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണോ നമ്മളത് കണക്കാക്കുക? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നാളെ ഞങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഇവിടെ വളരണം എന്നുള്ളത് നമ്മൾ ഇന്ന് തീരുമാനിച്ചാൽ മതിയോ? ഇല്ല, ഒരു ഫ്യൂച്ചറിലേക്കും കൂടി നമ്മളത് നമ്മുടെ ബിസിനസ് വളരണം എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മളെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ സെക്കൻഡ് പോയിന്റ് ഏതായിരുന്നു? ഫങ്ഷൻസിലെ സെക്കൻഡ് പോയിന്റ് ഏതാ? ഓർഗനൈസിങ് അല്ലേ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തില് സെയിം ജോലികൾ ഉണ്ടാവും, സെയിം ഡ്യൂട്ടീസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ ആ ജോലികളൊക്കെ സമാനമായിട്ടുള്ള ഗ്രൂപ്പുകളാക്കും. അതായത് സമാന ജോലികളെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് അവിടുത്തെ ജീവനക്കാർക്കിടയിൽ അധികാരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും. അതുപോലെ അവര് തമ്മിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കും. ക്ലിയർ ആയോ? അതായത് ഓരോ ഗ്രൂപ്പുകളാക്കി, ഓരോ ജോലിയും ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഓരോ ജീവനക്കാർക്ക് കൊടുക്കും. കണ്ടോ? ഇപ്പൊ ആ റെഡ് ഡ്രസ് ഇട്ട ആളാണ് ആ ബ്ലൂ ഡ്രസ് ഇട്ട ആൾക്കാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ദെൻ അവരുടെ ബാക്കിലുള്ള ഗ്രൂപ്പിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരായിരിക്കും? പറയ്. ഏറ്റവും ബാക്കിലുള്ള ആ ഒരു സെക്ഷൻസിന് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതിലാരായിരിക്കും?
ബ്ലൂ ഡ്രസ് ഇട്ട ആൾക്കാരെ, ബ്ലൂ കളറിലുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികളെ അവർ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികൾ അവർ തിരിച്ച് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ടീച്ചർ. അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളും അവരെ ഏൽപ്പിച്ച് അവരെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ദെൻ തേർഡ് പോയിന്റ് ഏതായിരുന്നു? സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് അവിടെ സ്റ്റാഫിനെ വെക്കണേ? എങ്ങനെയുള്ള സ്റ്റാഫിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യാം? ഒരു ഓർഗനൈസേഷനിൽ അവർ സ്റ്റാഫിന്റെ സെലക്ഷൻ നടത്തുമ്പോൾ എങ്ങനെയുള്ള സ്റ്റാഫിനെ ആയിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുക? എഫിഷ്യന്റ് ആയിട്ടുള്ളത്. പിന്നെ അവരുടെ യോഗ്യത നോക്കണ്ടേ? അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കണ്ടേ? ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ നോക്കണം, അതുപോലെ ഫോർമാന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ പലതരത്തിലുള്ള ആളുകളായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അവരുടെ യോഗ്യത അനുസരിച്ച് വേണം എന്ത് നടത്താനായിട്ട്? സ്റ്റാഫിംഗ് നടത്താനായിട്ട്. അതായത് ജോലി ചെയ്യാൻ ആവശ്യമായവരുടെ യോഗ്യത അനുസരിച്ചിട്ട് അവരെ കണ്ടെത്തി നിയമിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് അതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കും. ദെൻ അത് മാത്രം കൊടുത്താൽ മതിയോ? അവർക്ക് ആവശ്യമായിട്ടുള്ള വേതനവും കൊടുക്കണം, വേണ്ടേ? അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് കിട്ടിയാലല്ലേ അവരവിടെ പണിക്ക് നിൽക്കുള്ളൂ. അവരെ സ്റ്റാഫിംഗ് നടത്തിയാൽ മാത്രം പോരാ, അവരെ റിക്രൂട്ട് ചെയ്യണം, അതുപോലെ അവരെ സെലക്ഷൻ നടത്തണം, അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ എന്ത് ചെയ്യണം? അവർക്ക് പ്രമോഷൻ കൊടുക്കണം, ട്രാൻസ്ഫർ കൊടുക്കണം, റെമ്യൂണറേഷൻ കൊടുക്കണം. ഇതൊക്കെ കൊടുത്താൽ മാത്രമേ സ്റ്റാഫിങ് അവിടെ അവരുടെ രീതിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യുള്ളൂ, അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഏതായിരുന്നു? സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ ഏതാ മാനേജ്മെന്റിന്റെ? മാനേജ്മെന്റിന്റെ അടുത്ത ഫംഗ്ഷൻ ഏതായിരുന്നു? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റിംഗ് എന്തിനാണ് ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടി വരിക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ പറഞ്ഞില്ലേ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഏത്? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഇത് രണ്ടും ഒരേ ദിശയിൽ പോയാൽ മാത്രമേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവുള്ളൂ. അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ജോലി നിർവഹണം, അതായത് ഒരു ഡയറക്റ്റിംഗ് കാര്യക്ഷമമാക്കുന്നതിന് കീഴ് ജീവനക്കാർക്ക് എന്ത് ചെയ്യണം? അവർ നേതൃത്വം കൊടുക്കണം, വേണ്ടേ? അവർ തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കണം, മേൽനോട്ടം വഹിക്കണം, ആശയവിനിമയം നടത്തണം. ഇതൊക്കെ നടത്തിയാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഒരു ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് സക്സസ് ആവുള്ളൂ. ഇനി അതിന് 4 കാര്യങ്ങളുണ്ട്. ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് എന്തൊക്കെയായിരിക്കും? ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? ഒരാളിങ്ങനെ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇൻസ്പെക്ഷൻ ആണോ? അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്തുന്ന പോലെ തോന്നുന്നുണ്ടോ? സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കല്ലേ? അടുത്ത പടം കാണിക്കാം. ഇതെന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെ? ഇതെന്താണ്? ടീച്ചർ അല്ലാത്തപ്പോ നിങ്ങളെ ക്ലാസ്സിൽ ആരെ കൺട്രോൾ ചെയ്യാ? ക്ലാസ്സിലെ ലീഡർ. അപ്പൊ ഇത് ഏത് ക്വാളിറ്റിയിൽ പെടും? ലീഡർഷിപ്പ്. നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അത് കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഇതിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസസ്സിന് എന്താ പറയാൻ പറ്റുക? ഐ കാൻ ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ പറ്റാത്ത ഒരാളെ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കും? ഒരു മോട്ടിവേഷൻ കൊടുക്കും, അല്ലേ?
അപ്പൊ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഡയറക്റ്റിംഗില് വരുന്നതാണ്. ഏതൊക്കെയായിരുന്നു 4 പോയിന്റ് ഡയറക്റ്റിംഗിൽ വരുന്നത്? പറയ്, ഏതൊക്കെയായിരുന്നു? മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ലാസ്റ്റത്തെ ഫങ്ഷൻ ഏതായിരുന്നു? ലാസ്റ്റത്തെ പോയിന്റ് കൺട്രോളിങ്. ഈ കൺട്രോളിങ് എന്തിനായിരിക്കും? ഒരു സ്ഥാപനത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കൺട്രോളിങ് എന്ന് പറയുന്നത്? കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അതായത് ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇത് കൺട്രോളിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെ, അത് അങ്ങനെ നടക്കുന്നുണ്ടോ, ഇനിയിപ്പോ അതെങ്ങനെയാ, എന്തുകൊണ്ടാണ് നടക്കാത്തെ, അത് നടക്കാത്തതിന്റെ കാരണം എന്തൊക്കെയായിരുന്നു, ഇനിയിപ്പോ അത് നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഏത് ചെയ്യണം? ഈ കൺട്രോളിങ് വഴി നമുക്കത് സാധ്യവും. ക്ലിയർ ആയോ? ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാം, പുതിയ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം, ഇതൊക്കെ നമുക്ക് ഇതിൽ വരുത്താം? ഈ കൺട്രോളിങ്ങിൽ വരുത്താം. അതായത് ഒരു സ്ഥാപനത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ 5 ഫങ്ഷൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വേഗം പറയ്, ഇത്ര നേരം പറഞ്ഞല്ലോ നമ്മള്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ്. ഓക്കെ. ഇനി നമ്മുടെ ഇതിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് കോർഡിനേഷൻ. എന്താ കോർഡിനേഷൻ? കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു എസെൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കും, ഡാഷ് ഇസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് കോർഡിനേഷൻ? അല്ലെങ്കിൽ കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ എന്താണ് കോർഡിനേഷൻ? മാനേജ്മെന്റിലെ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും പൊതുലക്ഷ്യങ്ങളെയും മുൻനിർത്തി സംയോജിപ്പിക്കാം. ക്ലിയർ ആയോ? കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ സ്ഥാപനത്തിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിന് പലതരം പ്രവർത്തനങ്ങളായിരിക്കും. ആ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനെല്ലാം കൂടി ചേർത്ത് കൊണ്ടുപോകലാണ് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഓക്കെ. അതില് ആദ്യത്തെ പോയിന്റ് ആണ് കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. അതായത് ഒരു ഗ്രൂപ്പ് എഫേർട്ട്, ഒരു യൂണിറ്റ് കൈവരിക്കാനായിട്ട് കോർഡിനേഷൻ വഴി സാധ്യമാവുന്നു. ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഒരു ബിസിനസിന്റെ സക്സസിലേക്ക് എത്തില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിൽ ഇൻവോൾവ് ആയെങ്കിൽ മാത്രമാണ് ആ ഒരു ബിസിനസ് സക്സസ് ആയി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, കോർഡിനേഷൻ എൻഷ്യൂർസ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും എന്താവശ്യമാണ്? ഇപ്പൊ പ്ലാൻ ചെയ്യാനായാലും പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും സ്റ്റാഫിങ് ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ തലത്തിലും ഒരു കോർഡിനേഷൻ വന്നെങ്കിൽ മാത്രമേ ആ ഒരു ഗോള് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ നേരത്തെ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? അതായത് പ്ലാൻ ചെയ്യുന്നത് മുതൽ കൺട്രോളിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രവർത്തനത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരിക, പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക, അതിനൊക്കെ നമുക്ക് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ കോർഡിനേഷനെ പറയാം. ഇനി ഫോർത്ത് പോയിന്റ് ആണ് കോർഡിനേഷൻ ഈസ്
ആൻഡ് ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. സകല സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്ന് കോർഡിനേഷൻ. ഒരു ബിസിനസ് സക്സസിന്റെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സകല ഇടത്തും, അതായത് ഒരു വ്യാപിച്ചു കിടക്കുകയാണെന്നാണ് ഇവര് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. കോർഡിനേഷൻ എന്ന് പറയുന്ന എല്ലാ മാനേജേഴ്സിന്റെയും ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അല്ലെ. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് പറയുന്നത് മിഡിൽ ലെവലിലുള്ള മാനേജ്മെന്റും ഒരു കോർഡിനേഷൻ ചെയ്തു പോയെങ്കിൽ മാത്രമേ അത് ലോവർ ലെവലിലേക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എത്തിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗോള്, അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, അവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് എന്ത് ചെയ്യണം, അത് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സിന് അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അറിഞ്ഞുകൊണ്ട് വേണം ഒരു മാനേജർ അവിടെ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എല്ലാതും കോർഡിനേറ്റ് ചെയ്ത് അവിടെയുള്ള നടക്കുന്ന എല്ലാ ഫങ്ഷൻസും ആ ഒരു ബിസിനസ് ഗോളിനെ നമ്മൾ ലക്ഷ്യമാക്കിയിട്ട് അവിടെ നടക്കുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു ലോസ് വന്നു, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, അതല്ലെങ്കിൽ ലോസ് വരാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ച് ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പം നമ്മൾ അവിടെ ഒരു മാനേജർ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒരു കോർഡിനേഷൻ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, അതായത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. നമ്മൾ മുന്നേ പഠിച്ച എഫിഷ്യൻസി വേണം. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ രണ്ട് വശങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എഫിഷ്യൻസി ആൻഡ് എഫിഷ്യൻ്റ് എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതായത് പലതരം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ. അപ്പോൾ പലതരം ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം അല്ലേ, എന്നാലല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആവുള്ളൂ. അപ്പോൾ എന്നാലാണ് ആ ഒരു ബിസിനസ് എഫിഷ്യൻസിയിലെത്തി അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് കീ ടു അതർ ഫങ്ഷൻ, അതായത് ലക്ഷ്യങ്ങളുടെ ഒരു സംയോജനം. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ മാനേജർ ചെയ്യുന്ന ഡ്യൂട്ടി ആവില്ല ഫിനാൻസിൻ്റെ മാനേജർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുടെ ജോലി എന്ന് പറയുന്നത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണതാണെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ള ഡ്യൂട്ടി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും ഒരു മാനേജറുടെ ഉത്തരവാദിത്വമാണ്. ദെൻ തേർഡ് പോയിൻ്റാണ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻസ്, അതായത് മനുഷ്യബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുക. മനുഷ്യബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിരവധി വർക്കേഴ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആ വർക്കേഴ്സിൻ്റെ താല്പര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ മൂല്യങ്ങൾക്ക് നമ്മളൊരു മൂല്യം കൽപ്പിക്കണം. അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ നമ്മളൊരു വില കൽപ്പിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ടും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് ഏതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് പലതരം വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് അല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഐഡിയാസ് തന്നെ, ഇപ്പോൾ എൻ്റെ ഐഡിയ ആവില്ല വേറൊരാളുടെ ഐഡിയ, അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓരോ വർക്കേഴ്സ് ആയാലും അവിടുത്തെ ഓരോ സ്റ്റാഫായാലും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചിന്തിക്കുന്ന തരത്തിലാവില്ല മറ്റുള്ളവരിൽ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് സ്പെഷ്യലൈസേഷൻ.
സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്ത് നിരവധി ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷനുകൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ. പലതരം ഓരോ ഇതിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആക്ടിവിറ്റിയിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കാം, അവർ ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു വർക്ക് അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പം നമ്മൾ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും ഒരു മാനേജറുടെ ആവശ്യമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഏതാണ്? റീകൺസിലിയേഷൻ ഓഫ് ഗോൾസ്. അതായത് ഒരു അനുരഞ്ജനം, ഒരു ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മൾ അതാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. ആ ഒരു കോർഡിനേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻക്രീസസ് ഇൻ എഫിഷ്യൻസി, കീ ടു അതർ ഫങ്ഷൻ, importance to human relations, unity in diversity, specialization, reconciliation of goals. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചു. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ നമ്മളിന്ന് കണ്ടത് എന്തൊക്കെയായിരുന്നു? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ എങ്ങനെ ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ വരെയുള്ള ഒരു ഹൈറാർക്കിയൽ ഓർഡറാണ് ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷൻസ്. ഹൈറാർക്കിയൽ പൊസിഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരുന്നു? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ദെൻ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? ഇനി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? മനസ്സിലായ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.